ഹലോ മമ്മി. സോ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടോ, കാരണം ചിരിച്ചാ പെടലി ഒളുക്കും കൺഫേം ആണ്. ഈ സിനിമ കാണാൻ പോകാനുള്ള മെയിൻ കാരണം എന്റെ വീട്ടിലെല്ലാവരും ഷറഫുദ്ദീൻ ഫാൻസ് ആണ്. സോ എനിക്ക് പോയേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതിന് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ട്രെയിലർ ആയിരുന്നു. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കണ്ടിരിക്കാനുള്ള ഒരു ശ്രമമാണ്, കാരണം വലിയ കോമഡീസ് ഒന്നും അപ്പൊ തോന്നിയില്ല. പിന്നെ ഈ ഷറഫുദ്ദീന്റെ ഐശ്വര്യ ലക്ഷ്മിയുടെ കല്യാണം കഴിയും, അവിടെ അങ്ങോട്ട് ചിരിയുടെ മാലപ്പടക്കം വേണമെങ്കിൽ പറയാം. ചിരിച്ചിരിച്ചൊക്കെ എന്റെ പെടലി ഉളുക്കി. സോ ഷറഫുദ്ദീനാണ് ഫസ്റ്റ് ഹാഫത്തെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത്. അത്രയും കിടിലനായിട്ടാണ് ആളി മറ്റേ കൗണ്ടേഴ്സും അതുപോലെ കോമഡി സീൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഷറഫുദ്ദീൻ അല്ലാതെ വേറെ ആൾക്കാർ റോൾ ചെയ്യാൻ പറ്റും. അത്രയും കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. നമുക്കിങ്ങനെ തോന്നിപ്പോവും, അതായത് ഒരാൾ മരിച്ച ശേഷം ഇങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. സോ നമ്മൾ ഐശ്വര്യ ലക്ഷ്മി കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടിയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതേ സമയത്താണ് ആളുടെ PS2, PS1, PS2, കുമാരി, ഗാട്ട, ഗുസ്തി, അമ്മു ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊടുക്കേണ്ട അപ്രീസിയേഷൻ